കേരള രാഷ്ട്രീയത്തെ ഹാസ്യം കൊണ്ട് കീറി മുറിക്കുകയും മലയാളി സ്വത്വത്തെ വിമർശനാത്മകമായി അവതരിപ്പിക്കുകയും ചെയ്ത സിനിമാ കൂട്ടുകെട്ടാണ് സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ എന്നിവരുടേത്. ഇന്ന് നമുക്കൊപ്പം ഇരുവരും. 1986 ടി.പി. ബാലഗോപാലൻ എം.എയിൽ തുടങ്ങിയതാണ് ഈ കൂട്ടുകെട്ട്. പിന്നെ 16 വർഷം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വരെ 2002 വരെ. പിന്നെ ഒരു 16 വർഷത്തിന് ശേഷം പ്രകാശനിലൂടെ വരുന്നു. എന്തുകൊണ്ടാണ് ഈ 16 വർഷത്തെ ഗ്യാപ്പ്? ശരിക്കും ഈ 16 വർഷം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും അറിയാതെ വന്ന ഒരു ഗ്യാപ്പാണ്. തുടർച്ചയായിട്ട് കുറേ സിനിമകൾ ചെയ്ത് വന്നപ്പോൾ ഒരേ രീതിയിലുള്ള ചിന്താഗതികളിൽ നിന്ന് മാറി വരാം എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം അതിന് മുമ്പുള്ള സമയം കുറച്ച് നാൾ മുമ്പ് തൊട്ട് തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു. തുടർച്ചയായിട്ട് ഒന്നിച്ചൊരു ടീം മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം ഒന്ന് ശ്രീനിയുടെ പടങ്ങളിലും ഞാൻ എൻ്റെ പടങ്ങളിലൂടെയും മാറിയിട്ട് വീണ്ടും ഒന്നിക്കാമെന്നുള്ളത്. അത് വന്ന് 16 വർഷം കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പ്രകാശിൻ്റെ തിരക്കഥ എഴുതാൻ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. കാര്യം അതിനിടയ്ക്ക് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. പലരും എൻ്റെ അടുത്തും ചോദിച്ചിട്ടില്ല, ശ്രീനിവാസിൻ്റെ അടുത്തും ചോദിച്ചിട്ടില്ല. ചില ആൾക്കാർ ധരിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടാണ്, പിണങ്ങിയിട്ടാണ്. അങ്ങനെ പിണക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഈ 16 വർഷത്തിനിടയ്ക്ക് എപ്പോഴും സോഷ്യൽ സറ്റയറും പൊളിറ്റിക്കൽ സറ്റയറും ഒക്കെ വിഷയമാകുന്നുണ്ട്. ഈ 16 വർഷത്തിനിടയ്ക്ക് നാടകീയമായ പല സംഭവങ്ങളും അത്തരത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരിക്കലും ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാം, അങ്ങനെ ഒരു വിഷയം കയ്യിൽ വന്നു എന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യം സത്യം പറഞ്ഞ നുണയെ പറ്റിയിട്ട് ഞാൻ പറയാം. അതായത് ഇതിനിടയിൽ ലോഹിത് ദാസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ എന്നേക്കാൾ നല്ലത് അയാളാണെന്ന് തോന്നിയിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചു, എന്നെ പുറത്താക്കി. അതാണ് സംഭവിച്ചത്. അതത് വേറൊന്നുമല്ല. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങിയല്ലോ അതിന് ശേഷം എൻ്റെ ഇടയിൽ. ഇത് പക്ഷേ ഇതൊക്കെ സ്വകാര്യങ്ങളാണ്. കാര്യം ഒരു നല്ല റൈറ്റർ വരുമ്പോൾ ഇതാണ് ശ്രീനിവാസൻ, മനസ്സിലായില്ലേ? അതാണ് അതൊക്കെ കാര്യം. നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ? അല്ലേ? അല്ല, എൻ്റെ ഫീലിങ്ങിനേക്കാൾ പ്രധാനം സത്യമാണ്. ഞാനപ്പോൾ പറയുന്നതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കത് വലുതായിട്ട് എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടില്ലായിരിക്കും. മറ്റു സിനിമയിലൊക്കെ എൻഗേജ്. അതെ, പക്ഷെ സത്യം ഇതല്ലേ. സത്യം നിഷേധിക്കാൻ പറ്റുമോ? പക്ഷേ ഈ പറഞ്ഞ പോലെ നീ ക്ലീഷ ആവണ്ട എന്ന് കരുതി ഒരു ബ്രേക്ക് എടുത്ത് അതൊന്നുമല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്തായാലും ആ വിഷമമുണ്ട് സാർ ചെയ്ത 16 വർഷത്തെ ആ ഒരു ഞങ്ങളുടെ ഒരു കോൾഡ് വാർ എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാറുണ്ട്. ആരാണ് ആര് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇപ്പോൾ പറഞ്ഞ പോലെ സോഷ്യൽ സറ്റയർ, പൊളിറ്റിക്കൽ സറ്റയർ, ഇപ്പോൾ എന്നും ടെലിവിഷനിൽ അത്തരം പരിപാടികളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലാവട്ടെ അത്തരം പേജുകൾ തന്നെയുണ്ട്. അപ്പം എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ അതിവർത്തിക്കുന്ന തരത്തിൽ ഹാസ്യം കലർത്തിയുള്ള വിമർശനാത്മക സിനിമകൾ അല്ലെങ്കിൽ സറ്റയറുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊരു വെല്ലുവിളിയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളോട് രണ്ടുപേരോടും പറയാറുള്ളത് സന്ദേശത്തിൻ്റെ 2ാം ഭാഗം എടുക്കാനാണ്. അപ്പോൾ കുറേ പേര് അത് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറേ പേര് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആളുകളുടെ പ്രതീക്ഷക്കൊത്തിട്ട് ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമ്മളുള്ളത്. നമ്മൾ വീണ്ടും 2ാം ഭാഗമൊക്കെ ആയിട്ട് ഇറങ്ങിയാലേ അവർ പറയും യുവന്മാർക്ക് ഇത് തന്നെ പണി, വേറെ ഒന്നും അറിഞ്ഞുകൂടാൻ തോന്നുന്നു എന്ന് വിചാരിക്കും. അതുകൊണ്ട് അത് സമയം വരുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, അത് വിട്ടിട്ടൊന്നുമില്ല. പക്ഷേ അതിൻ്റെ 2ാം ഭാഗം നല്ല രീതിയിലല്ല ഒരിക്കലും. അതെ, ടെലിവിഷനിൽ ചാനലുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് തന്നെ പറയുകയാണ്. ഇപ്പം പ്രകാശനിലേക്ക് വന്നാൽ സ്വന്തം പേരിനോട് തന്നെ ഒരു പുച്ഛമാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ പേര് മാറ്റാൻ ശ്രമിക്കുന്നത്. പിന്നെ സമകാലിക മലയാളീനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണോ പ്രകാശൻ? പ്രകാശൻ്റെ കഥയിലേക്ക് വന്നത് തന്നെ ഈ മലയാളി എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ്. ഒരു ദിവസം ശ്രീനിവാസൻ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞാണ്, നമുക്ക് എന്തിനാണ് നമ്മളെ കഥ അന്വേഷിച്ചത് കാട് കയറുന്നത്, നമുക്കിടയിൽ തന്നെയുണ്ട് കഥ, മലയാളിയാണ്. അതായത് ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ജീവിതത്തിനെ നമ്മൾ നിരീക്ഷിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കഥയുണ്ട്, കാര്യമുണ്ട്, തമാശയുണ്ട്, എല്ലാം ഉണ്ട്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഒരു മലയാളി ചെറുപ്പക്കാരൻ എന്നുള്ളതെന്നാണ് പ്രകാശൻ എന്നുള്ള ക്യാരക്ടർ രൂപപ്പെടുന്നത്. ഒരുപാട് സ്വഭാവ വൈചിത്ര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം പ്രകാശനുണ്ട്. ആ പ്രകാശൻ്റെ ജീവിതത്തിലൂടെ
നടത്തുന്ന ഒരു യാത്രയാണ് സിനിമ. അതായത് ഞാനും ശ്രീനിവാസനും ആ പ്രകാശനൊന്ന് ഫോളോ ചെയ്യുന്നു, അത്രേ അതിലുണ്ടായിരുന്നു. അതിപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറയുന്നൊരു ബ്രില്യൻ്റ് ആക്ടറും കൂടി വന്നപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ഷമീൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ വിമർശനങ്ങളിലൊക്കെ ഇതിലുമുണ്ട്, ചെറുതായിട്ട് ചെറിയ തോതിൽ മനസ്സിലായി. അത് പൊളിറ്റിക്സിനാവാം, അല്ലെങ്കിൽ സമകാലിക പ്രശ്നങ്ങളെ ആയിരിക്കാം. അതിനൊക്കെ സ്പർശിക്കാതെ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന് പോകാൻ പറ്റാറില്ലല്ലോ സാധാരണ. നമ്മൾ കാണുന്നൊരു കാഴ്ചയിലൂടെ മാത്രം കാണുന്ന ഒരാളല്ല ശ്രീനി എന്നുള്ളത്. മാറി ചിന്തിക്കുന്ന ഒരു കാഴ്ച ഉള്ളതുകൊണ്ടാണ് ഇത്രയെല്ലാം എന്നെ വിമർശിച്ചിട്ട് ഞാൻ ശ്രീനിവാസനെ കൂടെ കൊണ്ടു നടത്തുന്നത്. അതായത് മലയാളികൾക്ക് സഹജമാണ് ഇത്തരം അപകർഷതാബോധവും ഈ പറഞ്ഞ പോലെ ഈ അഭിനയവും എന്തിനോടൊരു അതൃപ്തിയും. ഇവിടുന്ന് എടുത്ത് ദൂരെ എറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് കാലത്ത് സനാതന ധർമ്മം, നിങ്ങൾ ജാതി തിരിച്ചിട്ട് ഓരോരാൾക്ക് ഓരോ ജോലി നിശ്ചയിച്ചിട്ടില്ലേ? അപ്പോൾ അത് ഇന്നും നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ വിലയിരുത്തുക എന്ന് പറയുന്ന മനോഭാവം, അതാണ് വളരെ മോശമായിട്ടുള്ള മനോഭാവം. അത് ശരിക്കും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ. മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് ചോദ്യമേ ഇല്ല. അപ്പം നമ്മളിപ്പോൾ മോശമായിട്ട് കരുതുന്ന ജോലിക്ക് മറ്റ് നാടുകളിലൊക്കെ കൂടുതൽ ശമ്പളമാണ്. നമ്മുടെ നാട്ടിൽ ജോലിയും മോശം, ശമ്പളവും മോശം. ഒരു സിനിമയ്ക്ക് വേണ്ടി ആലോചിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മലയാളികളുടെ നിരവധി പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പറയാനുണ്ട്. നമ്മളത് എഫക്റ്റീവായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് പലതും മൂടി വെച്ചിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. നന്നായി പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ചുറ്റുപാട് നിരീക്ഷിച്ച് കണ്ടെത്തിയൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞല്ലോ. സാറിൻ്റെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പല ജീവിതസ്പർശമുള്ള പല സിനിമകളും എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ്, വരവേൽപ്പ് അടക്കമുള്ള സിനിമകളിൽ. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ടെന്ന് പറയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ കുറവാണ്. അതെ, ഇതൊന്നും നമ്മളൊരു ഇപ്പോൾ എല്ലാവരും അഭിനയിക്കുന്ന ആൾക്കാർ പറയും, നമ്മൾ കഥാപാത്രത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ജംഗ്ഷനിൽ പോയി നിന്നു, എന്നിട്ട് അതിലൂടെ പോകുമ്പോൾ കുറേ ആളെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്ക് എൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളൊക്കെ പിടികിട്ടി. അങ്ങനെ ജീവിതം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെയൊന്നും നിരീക്ഷിക്കാനൊന്നും ആരും ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല. നമ്മൾ ലോകത്തുള്ള ഏറ്റവും വലിയ സാഹിത്യകാരനായാലും ശരി, ഏറ്റവും വലിയ ഈ പറയുന്ന മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ, ജീവിതത്തെ പകർത്തി എഴുതിയിട്ടുള്ള ആൾക്കാരൊന്നും ജീവിതത്തെ ഇങ്ങനെ നോക്കി നിന്ന് നിരീക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരറിയും, അവർ ഉൾക്കൊള്ളും. ഒരു അനുഭവം കാണുമ്പോൾ ഇത് സിനിമയാക്കി കളയാം എന്ന് നമുക്ക് ആർക്കും ഒരിക്കലും തോന്നാറില്ല. അതെ, അത് വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിലേക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് സിനിമയിലേക്ക് കൊണ്ടുവരാറുള്ളൂ. അല്ലാതെ നമുക്ക് ചില ആൾക്കാരെ പറയില്ലേ, ഏതെങ്കിലും ചില പൊട്ട തമാശകൾ പറയും, എന്നിട്ട് ഞാനും ശ്രീനിവാസനൊക്കെ അനുഭവിക്കാറുള്ളതാണ്. അയ്യോ, ഇത് ഇവരുടെ മുമ്പ് വെച്ച് പറയണ്ട, ഇവർ സിനിമയെ കയറ്റിക്കളയും. നമ്മളും ഉണ്ടായിരിക്കും. നമ്മൾ ചില സ്ഥലത്ത് വളിച്ച തമാശകൾ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചിരിക്കും. എന്നിട്ട് പറയും, അയ്യോ ഇത് സത്യനും ശ്രീനിയായിരിക്കുന്നത്, ഇവർ നാളെ ഇത് സിനിമയെ കയറ്റും. ഒരു പ്രാവശ്യം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശ്രീനിവാസൻ നല്ലൊരു മറുപടി ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ കുറച്ച് കൂടുതൽ ബോറടിപ്പിച്ച് ശ്രീനി പറഞ്ഞു, നിങ്ങളെ ഈ പീറ തമാശകൾ കുത്തി നിറയ്ക്കാനുള്ള കീറച്ചാക്കല്ല സിനിമ, അത് ബുദ്ധിയുള്ളവർ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. അതിൽ ഞങ്ങൾ നല്ലോണം തല പോകഞ്ഞിട്ടാണ് അതിൽ ഓരോ തമാശകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കരുതെന്ന് പറയേണ്ടി വന്നു. നിങ്ങൾ ഇഷ്ടം പോലെ സംസാരിച്ചോളാൻ പറഞ്ഞു, ഇതൊന്നും സിനിമയിൽ കയറൂല എന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ചിരി വരണം. അതെ, ഇപ്പോൾ നാടോടിക്കാറ്റായാലും അല്ലെങ്കിൽ ഗാന്ധിനഗറായാലും സന്മനസ്സായാലും ഇപ്പോൾ ഞാൻ പ്രകാശനായാലും ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും ഞങ്ങൾ തന്നെയാണ്. അത് നാടോടിക്കാറ്റെന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ്, ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും എനിക്ക് ചിരി വന്നില്ല. മദ്രാസിലൊന്ന് ഞങ്ങൾ കാണാം, ശ്രീനി ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, മരവിച്ച പോലെ ഇരുന്ന് കാണാൻ. അപ്പോൾ ഇത് രക്ഷപ്പെടാനുള്ള യാതൊരു വകുപ്പുമില്ല, നമ്മളെ കാര്യം പോക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സത്യൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു, നിങ്ങളിത് എഴുതി, പിന്നെ ഇത് അഭിനയിച്ചു, പിന്നെ ഡബ് ചെയ്തു, എന്നിട്ട് 5-ാമത്തെ 6-ാമത്തെ തവണയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ
ഇത് അങ്ങനെ 6ാമത്തെ തവണ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അവർ ചിരിച്ചോളൂ, കാര്യം നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ ടുഡേയുടെ ഒരു ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു സർവേ നടത്തിയതിൽ 100 വർഷം 100 സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ 100 വർഷം ഉണ്ടായ 100 നല്ല സിനിമകളിൽ ഒരെണ്ണം സന്ദേശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോരെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ആളുകൾ പിന്നീട് കൊട്ടിഘോഷിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രോളുകളിലൊക്കെ കാണാറുള്ള പോളണ്ടിനെ പറ്റി പറയരുത് എന്ന് പറയുന്ന ഡയലോഗുകളടക്കം പലതും ശ്രീനിവാസൻ സെറ്റിലിരുന്ന് എഴുതിയിട്ടുള്ളതാണ്. തോറ്റ പറയുന്ന ന്യായീകരണങ്ങള് അന്ന് എഴുതുമ്പോൾ ഇത്രയും കാലാതീതമായിട്ട് നിലനിൽക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അന്ന് എഴുതുമ്പോൾ? അന്ന് ആകെ ഉണ്ടായിരുന്നു തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ സിനിമ രക്ഷപ്പെടുക. ഇത് ആ പ്രൊഡ്യൂസറുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്, ആ ഡയറക്ടറുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്. ഇപ്പം എഴുതിയ ആളുടെ ഇതെല്ലാം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ് ആദ്യത്തെ കാര്യം. എല്ലാം നാളെ 25 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ ഗംഭീരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെന്താ കാര്യം? അത് അതിലൊരു മൂല്യം ഉണ്ടെങ്കിൽ നിൽക്കുന്നു എന്നല്ല. പക്ഷേ അതിൽ വേറൊരു സംഭവം ഉള്ളത്, ഈ സിനിമ ഈ സന്ദേശം എന്നുള്ള സിനിമയുടെ വിഷയം ഞങ്ങളുടെ മനസ്സിൽ കയറിയിട്ട് കുറേ നാളായിരുന്നു. ശ്രീനിവാസനാണ് ആദ്യം ഇങ്ങനൊരു ത്രെഡ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ ആലോചിക്കുക. കാര്യം നമ്മൾ കുറേയൊക്കെ പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്ന ആളുകളാണ്. ഈ രാഷ്ട്രീയക്കാരുടെ വിചാരം പലരും അവരാരും അധികം ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുന്നില്ല എന്നാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ആളുകളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയക്കാരെ നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് അതിൽ നമ്മൾ കാണുന്ന അർത്ഥമില്ലായ്മയും ഹ്യൂമറൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സബ്ജക്റ്റിൽ ഭയങ്കര വിശ്വാസം തോന്നിയെങ്കിലും കുറേ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊരു കഥയില്ല എന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ വിട്ടുകളയും, പിന്നെ വേറെ കഥ എഴുതും. അങ്ങനെ ഒരു ദിവസം ഈ സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ച ദിവസം ശ്രീനിവാസൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ വാക്കുമായിരുന്നു, ഇതിൽ എന്നും ഓർമ്മിക്കാവുന്ന കുറേ ഡയലോഗ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ള സിനിമ, അതിൻ്റെ കഥ ഒരു വിഷയം അന്നത്തെ തൊഴിലില്ലായ്മയാണ് അതിലെ പ്രയാസം. എന്തെങ്കിലും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞങ്ങൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവണം. അപ്പോൾ അതിൽ തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. അതിനെ നമ്മൾ സരസമായിട്ട് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലെ കള്ളനെ പിടിക്കുന്ന സീനുണ്ടല്ലോ, ഇയാൾ കള്ളൻ്റെ വേഷം കെട്ടി വരുന്നവന്മാർ രാത്രി പിടിക്കപ്പെടുന്നുള്ള സീന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് റൂമിൽ നിന്ന് ഞാനും ശ്രീനിയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അരവിന്ദൻ കയറി വന്നു. അരവിന്ദൻ ഗ്രേറ്റ് ഡയറക്ടറാണ്. അരവിന്ദനോട് ശ്രീനി അരവിന്ദനായിട്ട് നല്ല ബന്ധമാണ്, ചിദംബരത്തിലൊക്കെ മനസ്സിലാണ്. അരവിന്ദൻ ചിരിച്ചു പറഞ്ഞു. അരവിന്ദൻ പറഞ്ഞു അപാരം. അപ്പം അരവിന്ദൻ ചിരിക്കുന്നതിനെ പറ്റി പലർക്കും അറിയില്ല. അരവിന്ദൻ വളരെ സൈലൻ്റ് ആയി നിൽക്കുന്ന ഒരാളാണ്. അരവിന്ദൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് മധുര കോട്ട്സിൽ ഇതിന് സിറ്റുവേഷൻസ് പറ്റുന്നതായിരിക്കും. അരവിന്ദൻ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചിരിക്കുകയും ലൊക്കേഷൻ നോക്കാമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, അരവിന്ദൻ്റെ സിനിമകളെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ഞങ്ങളുടെ സിനിമകളെ പറ്റി മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് കപടജോതിജീവി ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് അത് പറ്റിയത്. പുള്ളിക്ക് കാപ്പറ്റൊന്നുമില്ല. സാറിനെ നമ്മളെപ്പോഴും കണ്ടുള്ളത് ഇമോഷണലി ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര കമ്പോസ്ഡ് ആണ് പെരുമാറ്റത്തിലും എപ്പോഴും. അങ്ങനെ അല്ലാതെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ തർക്കം ഉണ്ടാവുക, വഴക്കുണ്ടാവുക? സിമ്പിളായി ചോദിച്ചാൽ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി എഴുത്തൊക്കെ? അല്ല, അത് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയത്തിൽ ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. ഇത് സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്തിട്ട് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കാറുണ്ട്. ഒരു പ്രാവശ്യം നാടോടിക്കാറ്റ് എന്നുള്ള സിനിമയുടെ തന്നെ ശ്രീനിക്ക് ഓർമ്മയുണ്ടോയെന്ന് പറഞ്ഞൂടാ, ഇതിൻ്റെ ഞങ്ങൾ ആ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഷൂട്ടിങ് തുടങ്ങേണ്ടി വന്നു. അന്ന് ക്ലൈമാക്സ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം ശ്രീനിയും എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് പ്രിയനും കൊച്ചുമോനൊക്കെ മുറിയിൽ വന്ന ദിവസം ശ്രീനി പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് വാ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാപ്പിയായി. കാര്യം എന്തായാലും പ്രിയൻ വന്നു, ഇപ്പോൾ സെഞ്ചുറി കൊച്ചുമോനുണ്ട്, ശ്രീനി അവരിന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ രാത്രി ലേറ്റായിട്ട് വന്നു മുറിയിൽ. ഞങ്ങൾ രണ്ടാളും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പം വന്നപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു. കാര്യം ക്ലൈമാക്സ് ക്ലീനായിട്ട് കിട്ടി. പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പി. മമ്മൂട്ടിക്ക് ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് ഇതിൽ. മമ്മൂട്ടി ഒരു ഇൻസ്പെക്ടറായിട്ട് വരും നാടോടിക്കാറ്റിൻ്റെ എൻഡിൽ. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം, നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. ശ്രീനിവാസനും ആ മൂഡിലാണ്. എന്നിട്ട് ഈ കഥ പറഞ്ഞു എൻ്റെ അടുത്ത്. അത് കേട്ട മണിക്ക് ഞാൻ പറഞ്ഞു, ഇത് തീരെ പോരാന്ന് പറഞ്ഞു. എപ്പോഴും ഒരാൾ ഒരു സബ്ജക്റ്റ് വളരെ കാര്യമായിട്ട് പറയുമ്പോൾ എടുത്തടിച്ച പോലെ പോരാന്ന് പറഞ്ഞാൽ ആർക്കാരും ദേഷ്യം വരും. ശ്രീനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. ശ്രീനാഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, കുരിശ് ഞാൻ ഇവിടുന്ന് പോകണം, നാളെ തന്നെ പോകും. നിങ്ങളുടെ അടുത്ത് തിരക്കഥ എഴുതാൻ വേണ്ടി ഒരു ഭിക്ഷാന്തേഹിയായിട്ട് ഞാൻ വന്നിട്ടില്ല.
ആ ഡയലോഗ് ഓർമ്മയുണ്ടാക്കി. നിങ്ങളുടെ അടുത്ത് തിരക്കഥ എഴുതാൻ വേണ്ടി ഒരു ഭിക്ഷാന്തി എന്നെ കൊണ്ട് തിരക്കഥ എഴുതിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, സാധിക്കണമെങ്കിൽ സാധിക്കാം പറഞ്ഞ് വഴക്കായി പിണങ്ങി. എന്നിട്ട് ഞാനപ്പോൾ എനിക്കൊരു മദ്രാസിൽ അന്നൊരു ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ രാത്രി ആ ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ പോയി. പിണങ്ങിപ്പോയി. ഞാൻ പണിങ്ങിയിട്ടില്ല, ശ്രീനി പണങ്ങി കരിമ്പടം പോച്ചിട്ട് കിടന്നു. പിന്നെ പുള്ളി നാളെ പോകുമെന്ന് പറഞ്ഞു. നാളെ പോകുമെന്ന് പറഞ്ഞാൽ പോവും. അങ്ങനെ അതിന് മുമ്പ് ചരിത്രം ഉണ്ടായിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെൻഷനായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആലോചിച്ച് വന്നു. ഞാൻ രാവിലെ വീണ്ടും വന്നു, ഡിസ്കഷൻ വന്നു, ചായയൊക്കെ കുടിച്ചു. ഖനം മുഴുവൻ മാറിയിട്ടില്ല. ഞങ്ങൾ സംസാരിച്ചിട്ടാണ് അന്നാണ് കോവൈ വെങ്കടേഷ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടായത്. അതിൽ കൂടെ ഞങ്ങൾക്ക് വേറൊരു തെളിച്ചം കിട്ടി. അപ്പോൾ പുള്ളി ശ്രീനിവാസൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേത് പോറായിരുന്നല്ലോ ചോദിച്ചു. മറ്റേത് പോറായിരുന്നു. ഹൃദയംഗമമായ മാപ്പ് എന്ന് പറഞ്ഞ ശ്രീനി. അതിലും ശ്രീനിവാസൻ ഡയലോഗാണ്, ഹൃദയംഗമമായ മാപ്പ്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ധാരാളമുണ്ട്. ഒരിക്കൽ എന്നെ ചതിച്ചു പോയില്ലേ ഭയങ്കരമായിട്ട്, വൻ ചതി. സിനിമ വർക്കിനിടയ്ക്ക് സിനിമയുടെ ഒരു സിനിമ എഴുതാനായിട്ട് കുടുംബപുരാണം എന്നുള്ള പിന്നീട് വന്ന സിനിമ. ആ സിനിമ വിഷു എന്നുള്ള തമിഴ് ഡയറക്ടർ ചെയ്ത സംസാരം ഒരു മിൻസാരം എന്നുള്ള സിനിമയുടെ ത്രെഡാണ്. ഞങ്ങൾ രണ്ടുപേരും ശ്രീനി സ്ക്രിപ്റ്റ് എഴുതുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, ബാലേന്ദ്രനൊക്കെ അഭിനയിക്കുന്നത്. ഇത് തന്നെ സംഭവം. അത് കോഴിക്കോട് അളകാപുരി ഹോട്ടലിൽ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതിൻ്റെ തലേദിവസം രാത്രി നമ്മൾ അതിൻ്റെ ഒറിജിനൽ സിനിമയൊന്ന് കണ്ടു. അത് കഴിഞ്ഞ് കിടന്ന് തുടങ്ങി. രാവിലെ ശ്രീനിവാസൻ നേരത്തെ എണീക്കുന്ന ആളാണ്, ഞാൻ കുറച്ച് വൈകിട്ട് എണീക്കാറുള്ളൂ. രാവിലെ ഞാൻ നോക്കുമ്പോൾ പുള്ളി എണീറ്റ് കുളിച്ചിരിക്കുന്നു. സാധാരണ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ മാത്രമേ കുളിക്കുകയുള്ളൂ. ഒരു മാസം റൂമിൽ നിന്ന് പുറത്ത് പോകുന്നില്ലെങ്കിൽ ഒരു മാസം കുളിക്കില്ല. കാരണം എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് മനോരോഗമാണെന്ന് പറയും. കാരണം നിങ്ങളെന്തിനാ രാവിലെ എണീറ്റ് കുളിച്ച് വേഷം മാറിയിരിക്കുന്നു. അപ്പോൾ കുളിക്കുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്തോ ഇന്നലത്തെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞല്ലേ, കുളിച്ച് കഴിയുമ്പോൾ ഞാൻ എണീറ്റ് ഇങ്ങനെ കട്ടിൽ കിടന്ന് നോക്കുമ്പോൾ പുള്ളി നേരെ ഫോൺ എടുത്തിട്ട് റിസപ്ഷനിൽ വിളിക്കുന്നു. ഹലോ, തലശ്ശേരി വരെ പോകാനായിട്ടൊരു കാറ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വീട്ടിലെന്തോ പെട്ടെന്ന് പ്രശ്നം വന്നിട്ടുണ്ടാവും, അപ്പോൾ തലശ്ശേരി വരെ പോയിട്ട് വരേണ്ടി വരും. പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേക്കും എണീറ്റ് മുഖമൊക്കെ കഴിയും, പല്ലൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും പുള്ളി റെഡിയായി കാറ് പുറത്ത് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് സിനിമയാക്കാൻ പറ്റില്ല, ഇത് സിനിമയാക്കാനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു, നിങ്ങൾ വേണമെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടി കൊണ്ട് നേരെ കാറിൽ കയറി തലശ്ശേരിക്ക് പോയി. ആൾ പോയി കളഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ലൊക്കേഷൻ കാണാനായിട്ട് പോകാനായിട്ട് വിളിക്കാണ് എന്നെ. എനിക്ക് ലൊക്കേഷൻ കാണാൻ എൻ്റെ റൈറ്റർ പോയി, എഴുത്തുകാരൻ പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് വലിയ ചതിയല്ലേ? ചതി, വൻ ചതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ലൊക്കേഷനിൽ പോയിട്ട് മറ്റേ പ്രൊഡ്യൂസർ അവിടെ പോയിട്ട് ഷെഡ്യൂൾ മാറ്റിച്ചു. ഒരു 3-4 മാസത്തേക്ക് ശേഷം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അതിലൊരു എലമെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് സിനിമയാക്കാം, അതേപോലെ സിനിമയാക്കാൻ പറ്റില്ല. പിന്നീട് അന്ന് ലോഹിദാസ് തനിയാവർത്തനം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ശ്രീനാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ ലോഹിദാസ് തിരക്കേടില്ലാത്ത റൈറ്ററാണ്, നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാറാണ്. അതെ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ലോഹിദാസായിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് അത് ഒരു സ്ക്രിപ്റ്റാക്കി. അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രധാന റോളിൽ ശ്രീനിവാസൻ അഭിനയിക്കുന്നുണ്ട്. ശ്രീനി അതിൽ അഭിനയിക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ സിനിമയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അയാൾ എഴുതിയപ്പോൾ കറക്റ്റായി, അയാൾ ചിന്തിച്ചപ്പോൾ കറക്റ്റായി, എനിക്കത് കിട്ടിയിട്ടില്ല, ഞാനാണെങ്കിൽ ചെയ്യില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചതിച്ച് പോകാൻ. പക്ഷെ ചതിയല്ല, ശ്രീനി പറയുന്ന ഒരു സംഭവം വെച്ചാൽ സിനിമയെ മാക്സിമം സത്യസന്ധമായി സമീപിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ഏത് സമയം ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം വേണമെങ്കിൽ നമുക്ക് നിർത്തിവെക്കാം, അല്ലേ? അല്ല, എല്ലാ വിഷയങ്ങളും നമുക്ക് എഴുതാൻ നമുക്ക് സാധിച്ചൊന്നുമില്ല, നമുക്ക് വഴങ്ങില്ല. അപ്പോൾ നമുക്ക് വഴങ്ങുമെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വലിയേണ്ടി വരുന്നത്. ഈ അങ്ങനെ ചെയ്ത ഒരു സിനിമ വരുമ്പോൾ വേണ്ടത്ര പ്രതികരണം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ എത്രയുണ്ട്, അത് എപ്പോഴും സംഭവം. നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, ആ കാൽക്കുലേഷൻസ് ശരിയായി വരണമെന്നില്ല. അത് നമുക്ക് പറ്റുന്ന പെശകുകളാണ്. അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്.